എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് പങ്കുവെക്കുന്നത്. പലർക്കും തന്നെ സഹസ്രനാമം ജപിക്കാൻ സാധിക്കാറില്ല, പ്രത്യേകിച്ചും വിഷ്ണു സഹസ്രനാമം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ളവർക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. ആ ഒരു മന്ത്രത്തെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. ആ മന്ത്രം എങ്ങനെയാണ് ഉണ്ടായതെന്നും അതെപ്രകാരമാണ് ജപിക്കേണ്ടതെന്നും ഒക്കെ ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്താം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നത്. ഇത് എല്ലാവർക്കും ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം കൂടിയാണ്. ഹൈന്ദവ പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികളാണ് ശിവനും മഹാവിഷ്ണുവും. ദേവീദേവന്മാരെ ആരാധിക്കാനുള്ള പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് മൂലമന്ത്രങ്ങൾ. പഞ്ചാക്ഷരി മന്ത്രമായ നമഃശിവായ പരമേശ്വരൻ്റെ മൂലമന്ത്രവും അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ എന്നത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രവുമാണ്. ഈ രണ്ടു മന്ത്രത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ അക്ഷരമുണ്ട്. ഇതിന് ബീജാക്ഷരം എന്നാണ് പറയുന്നത്. നമഃശിവായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ മാ മാറ്റിയാൽ നശിവായ എന്നാകും. നാശമാകട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ഓ നമോ നാരായണായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ രാ എടുത്തു മാറ്റിയാൽ ഓ നമോ നായനായ എന്നാകും. തനിക്ക് മുന്നിൽ ഒരു വഴിയുമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓ നമോ നാരായണായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രായും ഓം നമഃശിവായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മായും യോജിപ്പിച്ച് രാമ എന്ന പേരാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രന് വസിഷ്ഠ മഹർഷി നൽകിയത്. വൈഷ്ണവ ശക്തിയും ശൈശവ ശക്തിയും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം. വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണിത് താരകമന്ത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരിക്കല് പാർവതി ദേവി ശ്രീ പരമേശ്വരനോട് ചോദിച്ചു, ദീർഘമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം പണ്ഡിതനായിട്ടുള്ളവർക്കല്ലേ നിത്യവും ചൊല്ലുവാൻ കഴിയൂ? സാധാരണക്കാർക്ക് എന്നും ചൊല്ലുവാൻ ബുദ്ധിമുട്ടല്ലേ? വിഷ്ണു സഹസ്രനാമ ജപ പുണ്യം സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകുന്നതെങ്ങനെയെന്ന്. അതിന് ഭഗവാന്റെ മറുപടി ആ ഒരു മന്ത്രമായിരുന്നു. അതൊരു ശ്രീരാമ മന്ത്രമായിരുന്നു. ശ്രീരാമ മന്ത്രം ഭക്തിയോടുകൂടി 3 തവണ ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമ ജപ പുണ്യം സാധാരണക്കാർക്ക് ലഭ്യമാകും. എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം. അതായത് മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നില്ല. സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണിത്. ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങൾ 24,000 ശ്ലോകങ്ങളായി വിപുലീകരിച്ചതാണ് രാമായണം. ഇനി മന്ത്രത്തെ പരിചയപ്പെടാം. ഈ ഒരു മന്ത്രം കുളി കഴിഞ്ഞ് വേണം ജപിക്കുവാനായിട്ട്. നിത്യവും 3 തവണയാണ് ജപിക്കേണ്ടത്. ആർക്കും വളരെ നിഷ്പ്രയാസം ജപിക്കാവുന്ന മന്ത്രമാണിത്. രാമനാമം ജപിക്കുമ്പോൾ ശിവചൈതന്യവും വിഷ്ണു ചൈതന്യവും ഒരേപോലെ ഭക്തന് ലഭിക്കുന്നു. ഇന്നു മുതൽ എല്ലാവരും ഈ ഒരു മന്ത്രം ജപിക്കുക. ഈ ഒരൊറ്റ മന്ത്രജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് 2 ദേവന്മാരുടെ അനുഗ്രഹമാണ്. ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും 3 തവണ ജപിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.